ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ആള് ടെമ്പററി ആയിട്ടുള്ള പല സിറ്റുവേഷൻസിന്റെ പുറകെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെമ്പററി ആയിട്ടുള്ള മറ്റു പല വ്യക്തികളുടെ പുറകെയോ അവരുടെ വാക്കുകൾ കേട്ടിട്ടോ പെർമനന്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു മുറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ കാണാതെ മൂലക്കോട്ട് തള്ളി നിർത്തുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങളാണ് പെർമനന്റ് ആയിട്ട് ഇവരെ ഒരു ലവ് ആൻഡ് കെയർ കൊടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്നും നിങ്ങൾക്ക് ഇവർ വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പരിപാലിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയുടെ അടുത്ത് ടയേർഡായിട്ടുണ്ട്. നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ കുടുംബത്തോടു കൂടിയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മക്കളെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇനി ഇനി എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ് നിങ്ങൾ അതിൽ ടയേർഡായി വീക്കായി നല്ല രീതിക്ക് എന്താ പറയാ മടുത്തു എന്നുള്ളൊരു രീതിയിൽ ഈ വ്യക്തിയുടെ അടുത്ത് ആയിട്ടുണ്ട്. എന്നെ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒന്ന് ട്രീറ്റ് ചെയ്യൂ, എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, അല്ലെങ്കിൽ എന്നെ അങ്ങനെയൊക്കെ നിങ്ങൾ പല രീതിയിൽ പല വിധത്തിൽ സ്നേഹം കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, ദേഷ്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം, കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും, സഹതാപത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയുടെ മുമ്പിൽ എന്ത് പറഞ്ഞു കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പലപ്പോഴും തോറ്റുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ദേഷ്യത്തിന്റെ പേരിലാണെങ്കിലും തർക്കത്തിന്റെ പേരിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും. കാരണം നിങ്ങൾ കുറേ ഈ വ്യക്തിനെ കുറേ അധികം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടവരോടോ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കായിരിക്കും.
പക്ഷെ അത് എന്താ പറയാ, ഞാൻ പിടിച്ച മുയലിന് രണ്ടു കൊമ്പ് എന്നുള്ള രീതിയിൽ മച്ചമ്പി അതൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ, ഞാൻ അതൊക്കെ ഓരോന്ന് മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മച്ചമ്പിയാണ് നിങ്ങളുടെ ആള്. പക്ഷെ നിങ്ങൾക്ക് സങ്കടം വരുന്നത് ഈ നിങ്ങൾ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പറയുന്ന പല കാര്യങ്ങളും വേറെ പല സ്ഥലങ്ങളിലോ വേറെ പല സിറ്റുവേഷൻസിലോ നല്ല ഭംഗിയായിട്ട് ഈ വ്യക്തി ചെയ്തു തീർക്കാറുണ്ട്, പറഞ്ഞു തീർക്കാറുണ്ട്. ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് അവിടെ സിഗ്നേച്ചറോട് കൂടി ചെയ്യാറുണ്ട്. അതാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതും നിങ്ങളെ ചൊടിപ്പിക്കുന്നതും ദേഷ്യം വരുത്തുന്നതും നിങ്ങളെ എന്താ പറയാ ചില സമയത്ത് ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയി നിർത്തുന്നതും. കാരണം കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത വ്യക്തിയല്ല, കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാവുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് എന്ത് ഏത് എങ്ങനെയെന്നുള്ള രീതിയിൽ ഒരുമാതിരി ഒന്നും അറിയാൻ പാടില്ലാത്ത ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോൾ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പിനൊരു ബാലൻസ് ഇല്ലായ്മ വരുന്നു. അത് ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ തിരുത്താനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് തിരുത്തപ്പെടാത്തത് കൊണ്ടാണ് ഈ ബാലൻസ് ഇല്ലായ്മ വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ വഴക്കുകൾ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ മറ്റു പല സാഹചര്യങ്ങളെയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല പ്രവർത്തികളെയോ നിങ്ങളുടെയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവനവനെ തന്നെ തിരുത്താനായിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നില്ല. അതാണ് ഇതിലുള്ള ഒരു പോരായ്മ. പക്ഷെ നിങ്ങളുടെ മച്ചമ്പിക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും എനിക്ക് പുതിയ ഒരു ജീവിതം വേണം, പുതിയൊരു തുടക്കം വേണം, എനിക്ക് ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കണം, എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്, എനിക്ക് കുറച്ചും കൂടി ഉയർന്ന പരിപാടികളിലോട്ട് എത്തണം, ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്തണം, അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. അപ്പൊ അതിന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട എന്തെങ്കിലും പരിപാടികളെക്കുറിച്ചോ നിങ്ങളുടെ ആളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രീംസിന് നിങ്ങൾ മുടക്കം വരുത്തുന്നവരായിട്ടേ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പരിപാടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവരായിട്ട് നിങ്ങളെ കണക്കാക്കും. ഇപ്പൊ നമ്മള് ഒന്നെന്ന് എഴുതി കഴിഞ്ഞാലല്ലേ പിന്നെ രണ്ടെന്ന് എഴുതാൻ പറ്റുള്ളൂ, പിന്നെ അല്ലേ 3, 1 2 3 4 അങ്ങനെയല്ലേ വരുന്നത്. നിങ്ങളുടെ മച്ചമ്പി ചിന്തിക്കുന്നത് എങ്ങനെ 1000 എഴുതാം, എങ്ങനെ 2000 എഴുതാം. 1 എന്ന് എഴുതാതെ ഒരാളും 1000 2000 ഡയറക്റ്റ് പോയി എഴുതൂല. അത് എഴുതി പഠിച്ചാലല്ലേ നമുക്ക് 1000 2000 പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഈ വേണ്ടതെടുക്കാതെ വേണ്ടാത്ത ചില വാക്കുകളുടെയോ അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നശിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകളുടെയോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല ഈ ജലസിയൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കുന്നു. വേണ്ടുന്നത് ഇപ്പൊ നമുക്ക് വേണ്ടുന്നത് എടുക്കാം, വേണ്ടാത്തത് ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി കളയത്, അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നു. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തികളാണ്. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ ആള് ഇരിക്കുന്ന ഇരിപ്പിൽ സ്വഭാവം ചേഞ്ച് ആക്കി കളയും, അല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ സ്വഭാവം മാറും. അങ്ങനെയുള്ളൊരു ആളായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് നിങ്ങളുടെ ആള് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എനിക്കൊരുപാട് പണം ഉണ്ടാക്കണം, ഒരുപാട് ഉയർന്ന നിലയിലെത്തി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, അല്ലാതെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അത് ചിന്തിക്കുന്നില്ല. എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ എന്നെ ആലോചിച്ച് സ്നേഹിച്ചിരിക്കുന്ന കുട്ടികളുണ്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ടിരിക്കുന്ന ആളുകളുണ്ടോ, അതൊന്നും ചിന്തിക്കാതെ
സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചില സമയത്ത് സെൽഫിഷ്നെസ് ഇത്തിരി കൂടുതൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ പുറകെ നടക്കുന്നു. അതിന്റെ പുറകെ നടന്ന് പണി മേടിക്കുന്നു, വീഴുന്നു. പക്ഷെ വീഴുന്നതൊന്നും പുള്ളിക്ക് മച്ചമ്പിക്ക് ഒരു പ്രശ്നമല്ല. കാരണം നിങ്ങളുടെ മച്ചമ്പി ഇപ്പൊ എവിടെയെങ്കിലും വീഴുവാണെങ്കിൽ തന്നെ, ഇപ്പൊ ഒരു മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ആ മണ്ണിനെ കുറ്റം പറഞ്ഞ് എഴുന്നേക്കും. അല്ലാതെ നിങ്ങളുടെ ആളുടെ കുഴപ്പമാണെന്ന് നിങ്ങളുടെ ആള് ചിന്തിക്കത്തില്ല. അത് അതിൽ കൂടി പോലെ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എന്നോടുള്ള കുശുമ്പ് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നോടുള്ള തെറ്റിദ്ധാരണ കൊണ്ട്, അല്ലെങ്കിൽ എന്നോടുള്ള ജലസി കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ എന്നുള്ളൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനകളെ പറയുള്ളൂ. പകരം ഓവർ കോൺഫിഡൻസോട് കൂടി ഓരോ പ്രവൃത്തിയിലോട്ട് എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ്. അപ്പൊ ഓവർ കോൺഫിഡൻസോട് കൂടി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് വീഴും. പക്ഷെ അവിടെ നിന്ന് എഴുന്നേക്കും, വീണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യും, പിന്നെ എഴുന്നേക്കും. എന്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ല, ഞാൻ വീഴുന്നത് എന്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ല. ആ നോക്കിയ ആള് എന്നെ മര്യാദക്കല്ല ഞാൻ അതിൽ കൂടി പോയപ്പോ നോക്കിയത്, അപ്പൊ അയാള് നോക്കിയപ്പോ ഞാൻ വീണ്. നോക്കൂലി എന്നൊക്കെ പറയണ പോലെ നോക്കിയ ആൾക്ക് വരെ കുറ്റം പറഞ്ഞോളെ. കാരണം ഇത് സ്വന്തമായിട്ടുള്ളൊരു തെറ്റുകൊണ്ടാണ് പല കാര്യങ്ങളും നെഗറ്റീവിലോട്ട് പോകുന്നത്. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ എന്നെ വേണ്ടുന്ന ആളുകൾ എനിക്ക് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്നില്ല. നല്ലത് പറഞ്ഞു കൊടുക്കുന്നവർ, അല്ലെങ്കിൽ ഇവരെ വേണം, ഇവര് കിട്ടിയേ തീരൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെ വരെ തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. ചില നേരം ആള് നല്ല രീതിയിൽ സംസാരിക്കും, ചില നേരം ആള് എത്രയും നല്ല രീതിയിൽ സംസാരിച്ചോ അത്രയും ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ യുദ്ധം നടത്തുകയും ചെയ്യും. വാനിഷ് ആവും. പിന്നെ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റൂല ഇയാൾ ഉണ്ടെങ്കിലും ഈ ആള് എന്താണ് അടുത്ത പ്രവൃത്തി, ഇയാൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് പോലും ഒരു പിടുത്തവും കിട്ടൂല. അങ്ങനത്തെ ഉള്ള രീതികളൊക്കെ ഈ മച്ചമ്പിയുടെ കയ്യിൽ ഉണ്ട്. നമുക്ക് നോക്കാം. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ ആ ഒരു രീതി വരെ ഈ ആളുടെ പ്രവൃത്തിയോ ഈ ആളുടെ ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളോ സിറ്റുവേഷൻസോ നിങ്ങളെ കാണിച്ചു തന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആൾക്ക് എല്ലാം അങ്ങോട്ട് വളരെ വേഗത്തിൽ വേണം. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം എഫേർട്ടായിട്ട് അല്ലെങ്കിൽ വാക്കുകളായിട്ട് പരിപാടികളായിട്ട് വളരെ വേഗത്തിൽ, ഒരു ഹോഴ്സ് പവർ, വളരെ വേഗത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കണം. പക്ഷെ നിങ്ങൾ തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ, എന്ത് കാര്യമാണെങ്കിലും തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ ഈ ഹോഴ്സ് പവറിന് പകരം എന്താ പറയാ, ഇപ്പൊ ഇന്ന് നടക്കേണ്ട കാര്യം അടുത്ത കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഈ ഒച്ചഴയുന്ന പോലെയുള്ള വേഗതയായിരിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥ അതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തിരുത്താനും, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ് ഈ ആളെ മാറ്റിയെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. പകരം മറ്റു പല ആളുകളെയും പറ്റുമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇവര് മറ്റു പല ആളുകളെയും പുണ്യാളനോ പുണ്യാളത്തിയോ ഒക്കെ ആയിട്ട്
പൂവിട്ട് പൂജിക്കാനും തയ്യാറാണ്. പക്ഷെ അത് അവനവന്റെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ആൾക്കില്ല. നാശത്തിലോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ആൾക്കില്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ പ്രോബ്ലം. കാരണം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം, ചെയ്യേണ്ടവർ ചെയ്യണം. അതാണ്. കാരണം ഇത് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ പരിപാടികളൊന്നും അറിയില്ലാത്ത ആളല്ല, എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ല. മനസ്സ് വരുമ്പോൾ അവിടെ ഒരു മറ വീഴുന്നു. നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഒരു മറ വരുന്നു, നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. ഒരു ഡാർക്ക്നെസ്, ഒരു വെളിച്ചം കാണുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ചയുടെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ചർച്ച തന്നെ ആയിരിക്കണം. ഇവരുദ്ദേശിക്കാത്ത രീതിയിലുള്ള ചർച്ചയാണ് എന്നുള്ള രീതിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇവര് ട്രാക്ക് മാറ്റുന്നുള്ള രീതിയിലോട്ടുള്ള പരിപാടിയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തർക്കങ്ങൾ വരും, ദേഷ്യം വരും. ദേഷ്യത്തിന്റെ പുറത്ത് മറ്റു പല കാര്യങ്ങൾ വരെ ഇവിടെ, അതായത് നിങ്ങളിപ്പോ തുടങ്ങുന്നത് ചക്കേനെ പറ്റിയുള്ള ചർച്ചയാണെന്ന് വെച്ചു. ആ ചക്കേനെ പറ്റിയുള്ള ചർച്ച നിങ്ങൾ പിന്നെ ആ ചർച്ച അവസാനിപ്പിക്കുന്നത് വല്ല തേങ്ങ തൈ വെച്ചതിന്റെ കഥ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വല്ല മാങ്ങ മുളച്ച കഥ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ചക്കയുടെ ചർച്ച അവസാനിക്കുന്നത് തേങ്ങ ഉണ്ടായ കഥേനെ പറ്റിയായിരിക്കുള്ളൂ. അതില് കുറ്റക്കാരൻ തേങ്ങ വെച്ച തങ്കമ്മ ചേച്ചി വരെ കുറ്റക്കാരനായിരിക്കും, അല്ലെങ്കിൽ കുറ്റക്കാരിയായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത നാരായണൻ ചേട്ടൻ വരെ കുറ്റക്കാരിയായിരിക്കും, കുറ്റക്കാരനായിരിക്കും. മനസ്സിലായോ? കാരണം എവിടെയും ബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ലാസ്റ്റ് വാക്കുതർക്കങ്ങൾ വീഴുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. തുടക്കം കുറിച്ച കാര്യങ്ങളെ പറ്റി ആയിരിക്കില്ല പിന്നെ ആ ചർച്ച അവസാനിക്കുന്നത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതാണ് ഇതിലുള്ള ഒരു കാര്യം. കാരണം ഇതിൽ നിങ്ങൾ മൂവ് ഓൺ ആയിട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് മൂവ് ഓൺ ആകാനായിട്ട് പറ്റുന്നില്ല. ഇവരുടേതായിട്ടുള്ള ഇങ്ങനെയുള്ള പരിപാടികളിൽ ആക്ച്വലി നിങ്ങളാണ് കുടുങ്ങി സ്റ്റക്കായിട്ട് ദൈവമേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.